സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ നമ്മളിപ്പം വിഷുവിന് ഷൂട്ട് ചെയ്ത കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ വിഷുക്കാലത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുന്ന സെഷനാണ്. ഇത് നമ്മുടെ പൂജാമുറി കേട്ടോ. നമ്മുടെ പൂജാമുറിയിൽ ദൈവങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണിത്. ഓക്കെ, വിഷുവിന് വേണ്ടി കാണാൻ വേണ്ടി നമ്മളൊരു ചെറിയ നെൽപ്പറയുടെ ഒരു പാത്രം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പാത്രമാണ്, ഷോക്കേസിലേക്ക് വയ്ക്കാൻ പറ്റിയതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉരുളി. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ട്. ഇത് ഷോക്കേസിലേക്ക് ഇരിക്കാൻ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷുക്കണി ഒരുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ആറന്മുള കണ്ണാടിയാണത്. നമ്മളൊരു ദിവസം പന്തളത്തിലൊക്കെ പോയപ്പോൾ നമ്മൾ മേടിച്ചാണ്. അതിൻ്റെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിനകത്ത്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കൊന്നപ്പൂവാണ് കേട്ടോ. മേടിച്ച് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട്, ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് എടുത്ത് ഇനി ഒന്ന് അറേഞ്ച് ചെയ്യണം. കൊന്നപ്പൂ ഒന്ന് സെറ്റാക്കി വെക്കണം. കുറച്ചൊക്കെ മേടിച്ചുള്ളൂ, നമ്മൾ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് സെറ്റാക്കാൻ പോകുന്നത്. ഇനി ഇപ്പോൾ കണി കാണാനുള്ള ഉരുളിക്കകത്ത് മെയിൻ നമ്മൾ വലിയൊരു ഉരുളി വെച്ച് അതിനകത്ത് പച്ചക്കറിയും വെള്ളരിക്ക, പടവലങ്ങയും പിന്നെ മാങ്ങയും പിന്നെ ചെറുപഴമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു താഴെ ഒരു കിഴി കെട്ടി നമ്മളൊരു തേങ്ങയ്ക്കകത്ത് എണ്ണ വെച്ചിട്ട് അതിനകത്ത് കത്തിക്കാനായിട്ട് ഒരു സെറ്റപ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനകത്ത് പുറകിൽ അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കൊന്നയാട്ടോ. അത് അതിൻ്റെ കൂടെ നമ്മൾ ആഡപ്പോൺ ചെയ്യും. നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കും ഉണ്ട്, പിന്നെ കുറച്ച് ഒറിജിനലും ഉണ്ട്. അപ്പോൾ നമ്മളത് ഞാൻ പറഞ്ഞില്ല, കൊന്നപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൊന്ന, ശരിക്കുള്ള കൊന്ന. അപ്പോൾ അത് ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടേക്ക് വെക്കണം. കുറച്ച് താഴെയും പിന്നെ കുറച്ച് കൃഷ്ണൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഒരു കണി കാണാൻ നടന്ന് നമുക്ക് ഫുള്ളൊരു മഞ്ഞ മയമൊന്ന് കിട്ടാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ആറന്മുള കണ്ണാടി നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു സെറ്റ് മുണ്ട് നമ്മളവിടെ സൈഡിൽ വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ താഴെ ചെറിയൊരു ഉരുളിയാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കോയിനൊക്കെ ഇട്ട് നിറയ്ക്കണം. അതിൻ്റെ ഒരു സെറ്റപ്പ് ഒന്ന് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് ആറന്മുള കണ്ണാടി. ഓക്കെ, അത് നമ്മൾ അന്ന് ഒരു ഭംഗിക്ക് വേണ്ടി സെറ്റാക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒന്ന് അറേഞ്ച്മെൻറ്റൊക്കെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി. ഇനി വിളക്കിൻ്റെ പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വിളക്കിലിതേ തിരിയൊക്കെ ഇട്ടെന്ന് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അത് കത്തിക്കാനായിട്ട് രാവിലത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഉരുളിക്കകത്തെ കുറച്ച് നമ്മൾ പൈസയൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, കണി കാണാൻ നടത്തുന്ന സെറ്റപ്പായിട്ട് പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ നമ്മുടെ ചെറിയ നെൽപ്പറയ്ക്കകത്ത് അരിയൊന്ന് ഇട്ടിട്ട് നെല്ലിട്ട് അതൊന്ന് നിറച്ചിട്ടുണ്ടത്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ മെയിൻ ഉരുളിക്കകത്ത് കാണുന്ന ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ച് നമ്മുടെ 2026 വിഷുക്കണി എന്ന് അറേഞ്ച്മെൻറ്റൊക്കെ സെറ്റായി. കൃഷ്ണനെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പൂജാമുറി ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ സെറ്റ് മുണ്ടിൻ്റെ അവിടെ കുറച്ച് ഓർണമെൻറ്റ്സ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ മാലയും അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ കണി കാണുമ്പോൾ വിഷുവിനിങ്ങനെ നമ്മൾ ചെയ്യുന്ന സെറ്റായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളൊരു ചെറിയൊരു തുണിയും കൂടെ നമ്മൾ ആ ടീപ്പോയിലൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ഒരു ഫ്രണ്ടിൽ നിന്നൊരു നല്ല റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ചെറിയ തുളസിമാല നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൃഷ്ണൻ്റെ കഴുത്തിൽ നമ്മളത് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വീടിൻ്റെ മുറ്റത്തുള്ള തുളസിയിൽ നിന്ന് നമ്മൾ പറിച്ച് അത് അമ്മ തന്നെ മാല കെട്ടിയൊന്ന് റെഡിയാക്കിയതാണ് കൃഷ്ണന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു മയിൽപ്പീലി മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 മയിൽപ്പീലി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് ഒന്ന് കൃഷ്ണനെ നല്ല ഭംഗിയെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടേ. ഓക്കെ, അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയാവും. പിന്നെ തുളസിമാല നമുക്ക് കൃഷ്ണൻ്റെ തലയിലും ചെറുതായിട്ടൊന്ന് ചൂടിയിട്ടുണ്ട്. പിന്നെ കഴുത്തേലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന കണിക്കൊന്നയൊക്കെ കുറച്ച് സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ മേളിലും സൈഡിലൊക്കെ ആയിട്ട് താഴെയൊക്കെ കുറേ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ ഈ പറയുന്ന വിഷുവിൻ്റെ കണി കാണാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ വർഷം പടക്കമൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പടക്കത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണി കാണാനുള്ള അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. രാത്രി പടക്കം പൊട്ടിക്കൽ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ആ ഒരു വെള്ള തുണി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ ടീപ്പോയുടെ ഫ്രണ്ട് വശം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിളക്കിൻ്റെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ആക്കി. വിളക്കിൽ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ
ഏകദേശം നമ്മുടെ വിഷുവിൻ്റെ കണി ഒരുക്കങ്ങളെല്ലാം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ. നിങ്ങളൊന്ന് കാണുക. ഓക്കെ, എല്ലാം മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൃഷ്ണനെയും പിന്നെ വാൽക്കണ്ണാടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചു. ശരിക്കും അത് വാൽക്കണ്ണാടിയാണോ ആറന്മുളക്കണ്ണാടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആരും പെട്ടിക്കകത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വിഷു എല്ലാം കഴിഞ്ഞു. നമ്മളിന്നിപ്പോൾ സദ്യയുടെ ഒരുക്കങ്ങളാണ്. വിഷു സദ്യ കഴിക്കാനുള്ള ഒരുക്കങ്ങളുടെ കേട്ടോ ഈ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ വക ഹാപ്പി വിഷു 2026. ഓക്കെ, താങ്ക് യു സോ മച്ച്.